സോളാർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ട ജില്ലയിൽ നിലവിലുള്ള കേസുകൾ സരിത എസ് നായർ ഒത്തുതീർപ്പാക്കുന്നു. പത്തനംതിട്ട കോയിപ്രം സ്വദേശിയിൽ നിന്ന് 65,000 രൂപ തട്ടിയെടുത്തു എന്ന കേസാണ് കോടതിക്ക് പുറത്തുവെച്ച് പണം നൽകി ഒത്തുതീർപ്പാക്കിയത്. ഇതിനു പുറമെ റാന്നി, അടൂർ, തിരുവല്ല എന്നിവിടങ്ങളിലുള്ള കേസുകളും പണം നൽകി ഒത്തുതീർപ്പാക്കാനാണ് സരിതയുടെ ശ്രമം. സോളാർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സരിത എസ് നായർക്കെതിരെ ഏറ്റവും കൂടുതൽ കേസുകൾ നിലവിലുള്ള ജില്ലയാണ് പത്തനംതിട്ട. 1 ഡസനിലധികം കേസുകളാണ് സരിതയ്ക്കെതിരെ പത്തനംതിട്ടയിലെ വിവിധ കോടതികളിലായുള്ളത്. ഈ കേസുകളിൽ ഒത്തുതീർപ്പാക്കാവുന്നവ പണം കൊടുത്ത് ഒത്തുതീർപ്പാക്കാനാണ് സരിത തന്റെ അഭിഭാഷകനായ പ്രിൻസ് പി തോമസിന് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. സരിതയുടെ അഭിഭാഷകനായ പ്രിൻസ് കക്ഷികളുമായി സംസാരിച്ച് ധാരണയിലെത്തിയുടൻ കക്ഷികളുടെ അക്കൗണ്ടിലേക്ക് പണം നൽകുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇതിന് പ്രകാരം പത്തനംതിട്ട CJM കോടതിയിലുള്ള കോയിപ്രം സ്വദേശിയുടെ കേസ് ഒത്തുതീർന്നിരുന്നു. 65,000 രൂപയാണ് ഒത്തുതീർപ്പ് വ്യവസ്ഥ പ്രകാരം സരിത അഭിഭാഷകൻ മുഖേന കൈമാറിയത്. ഇത്തരത്തിൽ റാന്നിയിൽ പാസ്റ്ററെ കബളിപ്പിച്ച് 1.5 ലക്ഷം തട്ടിയ കേസും തിരുവല്ലയിൽ ഡോക്ടറെ പറ്റിച്ച കേസും ഒത്തുതീർപ്പാക്കാനാണ് ശ്രമം. ഇതിനായി സരിതയുടെ അഭിഭാഷകൻ പ്രിൻസ് പി തോമസ് ആണ് മുൻകൈയെടുക്കുന്നത്. ഒത്തുതീർപ്പ് ചർച്ചകൾക്കായി സരിതയും കേസ് നൽകിയവരും ഇതിനകം നിരവധി തവണയാണ് പത്തനംതിട്ടയിലെ വക്കീൽ ഓഫീസിലെത്തിയത്. എന്നാൽ സോളാർ തട്ടിപ്പിലൂടെ സമ്പാദിച്ച പണം മുഴുവൻ ബിജു രാധാകൃഷ്ണന്റെ കൈവശമാണെന്ന് അവകാശപ്പെടുന്ന സരിതയ്ക്ക് കേസ് ഒത്തുതീർക്കാൻ പണം എവിടെ നിന്ന് ലഭിക്കുന്നു എന്നത് ദുരൂഹമാണ്. നിയമസഭാ സമ്മേളനം ആരംഭിക്കുന്നതിന് തൊട്ടുമുൻപ് എറണാകുളം സ്വദേശിയായ A ഗ്രൂപ്പ് MLA സരിതയ്ക്ക് കൈമാറിയ പണമാണിപ്പോൾ കേസ് ഒത്തുതീർപ്പാക്കാൻ നൽകുന്നതെന്നാണ് സംശയം. S. ശ്യാംകുമാർ, റിപ്പോർട്ടർ, പത്തനംതിട്ട.